ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്. നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ 10 നോമ്പ് അങ്ങനെ ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. കഴിവുള്ളവരും പിന്നെ ബുദ്ധിമുട്ടോ അസൗകര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ അസുഖമില്ലാത്ത ആൾക്കാരൊക്കെ നോമ്പ് അനുഷ്ഠിച്ച് റാഹത്തായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കണം. അങ്ങനെ നമുക്ക് എല്ലാ നോമ്പും അനുഷ്ഠിക്കാനും മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല. നോമ്പ് എല്ലാ റമദാനിലും എല്ലാ മാസവും എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പരിപാടി തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മളെ വീടുകളിൽ വെച്ച് ഒരു നോമ്പ് ഉറപ്പിക്കൽ പരിപാടി ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാവരും ചെയ്യാറുണ്ട്. വടക്കോട്ടും ഉണ്ട്, തെക്കോട്ടും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും നോമ്പ് തുറക്കുന്ന ഒരു പരിപാടിയാണല്ലോ അത്. അപ്പോൾ നമ്മളും അതേമാതിരി എന്ത് ചെയ്യാണ്, ഇൻഷാ അല്ലാഹ് നാളെ അതായത് ഞായറാഴ്ച നമ്മളങ്ങനെ ഒരു പരിപാടി പിന്നെ ചെയ്യാൻ വിചാരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ നാളെ നോമ്പ് 11 അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വിചാരിച്ചു, നമ്മളെ അടുത്തുള്ള പള്ളിയിൽ, ചെറിയൊരു തെക്കാവ് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നാളെ ഞാൻ പിന്നെ എന്താണ് നോമ്പിൻ്റെ ചിലവിനുള്ളത് കൊടുക്കാനുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിലും പല രീതിയാവും. മുന്നേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീട്ടിൽ പിന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കും. നമ്മളിവിടെ അറിയാമല്ലോ, മെയിനായിട്ട് കഞ്ഞി ഉണ്ടാക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, കഞ്ഞീൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ ചോദിച്ചില്ലേ, അത് ഞാൻ ഇട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാൻ കേട്ടോ. ഇതിലെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഇട്ടുതരാം. അപ്പോൾ കഞ്ഞി കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉണ്ടാക്കല്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേക്ക് എങ്ങനെയായിരുന്നു കേട്ടോ, ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചിലവിൻ്റെ പൈസ എത്ര വെച്ചാൽ അത് കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യും, നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും ഈത്തപ്പഴവും കഞ്ഞിയും കാര്യങ്ങളൊക്കെ അവരെന്നെ അവിടെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്തിട്ട് അവരെന്നെ ആൾക്കാർക്ക് അവിടെ കൊടുക്കാറാണ് ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ മതി, പൈസ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വിചാരിച്ചു, ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നാളെ നമ്മുടെ വീട്ടിൽ വെച്ച് ചെറിയൊരു നോമ്പൂറയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളെ വീട്ടിലെ അംഗങ്ങളും പിന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിപാടി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വേണമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനും ഉമ്മയും മേമ ഇവിടെ ഉണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അനുജത്തി കുഞ്ഞുമ്മ ആളിവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ചേർന്നാണ് പോകുന്നത്. ചക്കര വരണില്ല, അവൾക്ക് പിന്നെ ഓൾറെഡി വയ്യാത്ത ആളുമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ കൊണ്ട് അവൾ വരുന്നില്ല. അപ്പോൾ ചക്കര ഇവിടെ ഉണ്ടാവും. ഞാനും ഉമ്മയും മേമയും കൂടി ചേർന്നിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഏതൊക്കെ വാങ്ങണമ്മ, ഏതൊക്കെ വാങ്ങണം ഞാൻ? അത് മതി അല്ലേ. ഓക്കെ, മാങ്ങയുടെ സീസൺ ആയപ്പോൾ മാങ്ങകളൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലോ. ഓക്കെ ഓക്കെ അല്ലേ. 9633 മറ്റൊരു നമ്പർ 8980. ആപ്പിള് നല്ല തണുപ്പാണല്ലേ, നല്ല തണുത്ത ആപ്പിള്. മൊസമ്പി എടുത്തില്ലേ? അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിയില്ലേ? വാങ്ങി. ഇനി അടുത്ത് എന്താ നമുക്ക് വാങ്ങാനുള്ളത്? പച്ചക്കറി കടയിൽ പോകണം അല്ലേ. ലിസ്റ്റ് ഉണ്ടോ പച്ചക്കറി? ഇല്ലേ, കാണുന്നത് അറിയാം. വീട്ടിൽ ചെന്ന് കാണുമ്പോൾ പറയും ഇനി അയ്യോ ഈ സാധനം പച്ചക്കറി കട ഉണ്ടായിരുന്നു എടുത്തില്ല എന്ന് പറയും. ലിസ്റ്റ് ഇട്ട് പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാം ഓർമ്മയിലുണ്ട്, അവിടെ ചെല്ലുമ്പോൾ റെഡിയാവുമെന്ന് ഓർമ്മ വരുമെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ എല്ലാം മറക്കും. അതെല്ലാം എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. പലചരക്ക് വാങ്ങാൻ പോയാലും എന്തോ വാങ്ങാൻ പോയാലും അങ്ങനെ തന്നെയാണ്. ലിസ്റ്റ് ഇട്ടില്ലെങ്കിൽ മറക്കും. എന്നാൽ പോയി വയ്ക്കല്ലേ നമുക്ക്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി നമ്മൾ ഡിക്കിയിൽ വെച്ചില്ലേ. അങ്ങനെ നമ്മളടുത്ത പച്ചക്കറി വാങ്ങാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്കുള്ള പച്ചക്കറികളൊക്കെ വാങ്ങാണ്. സവാള, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, എല്ലാ സാധനങ്ങളും വാങ്ങാണ്. ഇതാണ് ഈ നമ്മളെ നാട്ടിലെ പച്ചക്കറികൾ. നോക്കി നിങ്ങളുടെ നാട്ടിൽ ഇതാണോ നിങ്ങൾ നോക്കിയിട്ട് പറയും. സവാള 3 കിലോ 100, ചെറിയ ഉള്ളി 200, പിന്നെന്താണ് കിഴങ്ങ് 200, 230, തേങ്ങ 1 കിലോ 65, ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ 4 കിലോ 100, സവാള 5 കിലോ 100 വേറെ ഉണ്ട്, തക്കാളി നാടൻ 3 കിലോ 100. ഇങ്ങനെയൊക്കെയാണ് വില വിവര പട്ടിക. കണ്ടില്ലേ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഓരോന്നും കിലോ ഇത്ര കിലോ 100 രൂപയ്ക്ക് വരുമ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതാണ് പ്രത്യേകത അറിയണം. വാങ്ങിയില്ല എല്ലാ സാധനങ്ങളും? ഓക്കെ, അവിടെ ചോളി തള്ളി ചോളി അവിടെ നോട്ടെ. ഇത്രയല്ലേ ഉള്ളൂ.
ഓക്കെ അപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴേ കുറച്ച് നാടൻ പച്ചക്കറികൾ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് അതുകൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പയറുണ്ടായിരുന്നു. പിന്നെ ഈ മുളകും വേണമല്ലേ അമ്മ? ഈ മുളക് അടിപൊളി മുളകാണ് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് നമ്മൾ പിന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ അതിലിടും. അപ്പോൾ അതിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല മണമാണ്, അടിപൊളി ഏരിയയാണ്. ഞാൻ പൊതുവേ ഏരിയ അധികം കഴിക്കുന്ന കൂട്ടത്തിലാണ്, എന്നാലും ആ മുളക് അടിപൊളി സാധനമാണ്. അത് ഒരെണ്ണം ഇട്ടാൽ മതി, എനിക്ക് അറിയില്ല. ഉണ്ട മുളക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. വേറെ നാട്ടിലൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നാടൻ പച്ചക്കറികളാണ് ഇവിടെ ഇരിക്കണത്, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, കണ്ടപ്പോൾ അങ്ങനെ മേടിക്കും. നാട്ടിൽ കടക്കത്തിരുവരെ നടക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നത്. നാട്ടിലെ പൂരം നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നത്. ഈ സൈഡിൽ കൂടെയൊക്കെ ഫുള്ള് ലൈറ്റുകളാണ്. രാത്രി ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റുകളാണ് ഇതിൽ കൂടെയൊക്കെ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു പരിപാടി കൂടി ഇന്ന് എനിക്ക് ബാക്കിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇത് നിൽക്കണുണ്ടോ, ചാമ്പക്കൻ്റെ മരമാണ് കേട്ടോ. ഈ ഒരു സാധനം ഇപ്പോൾ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊന്നും കിട്ടാറില്ല. ഉള്ളവരാണെങ്കിൽ ഇത് മുറിച്ച് കളയാറുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതങ്ങനെ അധികം കാണാത്തതുകൊണ്ട് ഉള്ളവർക്കാണെങ്കിൽ പിന്നെ ഇത് കിട്ടുന്നവർക്ക് ഭയങ്കര പ്രിയമാണ് ഈ സാധനം. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഇവിടെ ബാക്കിൽ ഈ ഒരു മരത്തിൽ കുറച്ചിങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ ചെറുതിലേക്ക് നമ്മൾ ഈ ഒരു ചാമ്പക്ക, കാരക്ക ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് കിട്ടുന്നിടത്ത് പോയിട്ട് നമ്മൾ പറിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഉപ്പ് മുളക് കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കിട്ടാനുമില്ല, കാണാനും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ വേറോട് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതേമാതിരി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാരക്ക, ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ആ ഒരു മരത്തിൽ അതായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇനി പറിക്കണം, അതായി വരണതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ചാമ്പയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് ചാമ്പയ്ക്ക് കൊണ്ട് പറിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നിന്ന് ഇത് പുഴുവരിച്ചിട്ടും നിലത്ത് വീണിട്ടും കൊഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകും. കാരണം മഴ ഇടയ്ക്കിപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മഴക്കാറുണ്ട്. മഴ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേഗം ഇല്ലാതായി പോകും. ചെറിയ കട്ടിയുള്ളല്ലേ ഇത്. അപ്പോൾ ഇത് പറിച്ചിട്ട് എന്ത് ചെയ്യാം, ഉപ്പിലിടാനോ അച്ചാറിടാനോ എന്തിനൊക്കെ എടുക്കാമല്ലോ. നോമ്പുറക്കുമ്പോഴൊക്കെ നമുക്ക് കഞ്ഞീൻ്റെ കൂടെയൊക്കെ എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാധനം നിൽക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് പറിക്കാൻ പോവുകയാണിത്. ഇപ്പം തന്നെ നോക്കി ഈ സാധനം താഴത്ത് കൂടിയൊക്കെ വീണ് കിടക്കണം കണ്ടോ. നല്ല ചുവന്ന കളർ ചാമ്പക്കയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം ഫ്രൂട്ട്സ് കടയിലും പച്ചക്കറി കടയിലൊക്കെ വിലക്ക് വിൽക്കാൻ വെച്ചേക്കും. നോക്കാം, ഇതേപോലെ ഇത് കേടായി പോകും ഈ സാധനം. ഇതിന് കൊള്ളില്ല, അത് പോയി. ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം കുറച്ച് നിൽക്കുന്നുണ്ട്, നമുക്ക് പറിക്കാൻ നോക്കാം. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. കണ്ടിട്ട് ഉറുമ്പ് കാണാനില്ല. നോക്ക് എന്തുമാത്രം നിൽക്കുന്നുണ്ട്, നോക്കി നോക്ക്, കണ്ടോ. അടിപൊളി സാധനമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിലിടാം, അച്ചാറിടാം. അതേപോലെ തന്നെ ഉണക്കിയിട്ട് നമ്മളെ അടമാങ്ങയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഈ സാധനം ഉണക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം. നോക്കാം, അവിടെ ഉള്ളിലൊക്കെ നിൽക്കണം കണ്ടോ, ഇങ്ങനെ ഇറുങ്ങ പിടിച്ചിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിൽ കയറിയിട്ടും പറിക്കാൻ പറ്റും, അതല്ല ഏണി കൊണ്ടിട്ടും പറിക്കാൻ പറ്റും. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഏതാ ബെറ്റർ എന്ന് നോക്കട്ടെ. ഒരു കീസ് എടുത്തുകൊണ്ട് വരട്ടെ, കീസോ ചെറിയ കൊട്ട എന്തെങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ. നിറച്ച് നിൽക്കുന്നുണ്ട്. ഉമ്മ ചെറിയൊരു കീസ് അങ്ങ് തരി, ഒരു കീസ് അങ്ങ് തരി. ഏണി എവിടെ? ഏണി എനിക്ക് തോന്നുന്നു വീട്ടിന് മുകളിലാണെന്നാണ് തോന്നുന്നത്. പിന്നെ തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചിടാൻ പറ്റും. തോട്ടി എന്ന് പറയുന്ന സാധനമല്ലേ, തോട്ട, നമ്മളിവിടെ തോട്ടം എന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ പറിച്ചിടാം. പക്ഷേ കയറി പറിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ നിലത്ത് വേണ്ടല്ലോ. നിലത്ത് വീണാൽ ഞാൻ പറഞ്ഞില്ല, ഈ സാധനം വേഗം ചതഞ്ഞു പോകും. ചെറിയ കട്ടിയല്ലേ ഈ സാധനത്തിന്. ആ കീസരി ഏണി എവിടെ ഉള്ളത്? അങ്ങിരിക്കണോ? എന്നാലും പണി ചെയ്യാം, ഞാൻ കേറാം. എന്നാല് ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരു ടാർപ്പ് എടുത്ത് അതിന്റെ മൂട്ടിലോട്ട് വിരിച്ചിട്ടേ ഓരോ സൈഡ് തോട്ടയ്ക്ക് കുലുക്ക്. കേറിയാ പറ്റൂല? എനിക്കിവിടെ കേറിയാ പറ്റുമ്മ, കേറിയാ പറ്റും. താഴത്ത് വീണ പിന്നെ ചതഞ്ഞുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ ഏണി ഉണ്ടല്ലോ, അതാ കേറാൻ പറ്റുമോ നോക്കട്ടെ. ഉറുമ്പില്ലമ്മ, ഉറുമ്പില്ല. ഉറുമ്പുണ്ട്, പക്ഷേ മറ്റേ എന്താണ് ആ പുളിയുറുമ്പ് പോലത്തെ അങ്ങനത്തെ ഉറുമ്പില്ല. കിട്ടിയാലും സഹിക്കാൻ കടി കഴിക്കുക. ടാർപ്പ് ഇട്ടിട്ടോ? നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഉമ്മ പറയാണ് ഇവിടെ ടാർപ്പ് വിരിച്ചിട്ട് ചെറിയതായുണ്ടല്ലേ ഈ ഒരു സാധനം ഉണ്ട്, ചെറിയ തൊട്ടിയുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുലിക്കാൽ വീഴുന്നാണ് ഉമ്മ പറയണത്. നോക്കി കേസ്. അങ്ങനെ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഉള്ള പരുവത്തിനൊക്കെ എന്ത് ചെയ്തു, ചാടീൻ്റെ മുകളിൽ കയറി നിൽക്കണോക്ക്. ഇല്ല, അടിപൊളി ചാമ്പക്ക കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് പാകമാണ്. ഇപ്പോൾ പറിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് കിട്ടും. നിൽക്കാൻ വലിയ സുഖമൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ. കാരണം നിൽക്കണ കൊമ്പ് ചെറിയൊരു കൊമ്പാണ്. അപ്പോൾ ഇതിപ്പോൾ പറിച്ചു കഴിച്ചാൽ നമുക്ക് അച്ചാറ് ഉപ്പിലിടാനൊക്കെ ബെറ്റർ സാധനമാണ് കേസ്. കണ്ടോ, ജ്യൂസ് അടിക്കാനും പറ്റില്ലേ അമ്മ?
ജ്യൂസ് അടിക്കാനും പറ്റുന്ന കേട്ടോ ഉമ്മ പറയണേ. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറിക്കാം. ലനമോൾ എവിടെ? ലനമോൾ എവിടെ? ഹലോ. അയ്യോ, അബ്ബ എവിടെ നിക്കണത്? അബ്ബ എവിടെ? മരത്തിന്റെ മുകളിൽ കയറിയോ പൊന്നെ? കുറച്ചുകൂടെ ആയാ കുരങ്ങാന്ന് വിളിച്ചേനെ. മരത്തിന്റെ മുണ്ടേ കയറിയുള്ളൂ. അബ്ബ എവിടെ പൊന്നെ? അബ്ബ മരത്തിന്റെ മുണ്ടേ കയറിയോ? ഇവിടെയാണ് കേട്ടോ ചവിട്ടി നിൽക്കണതാണ്ടോ. ഈ ഒരു സാധനത്തിനാണ് ചവിട്ടി നിൽക്കണത്. എന്നാലേ ഞാൻ പറിക്കാം. കവറത് അവിടെ ഉണ്ട്, അവിടെ കിട്ടി. ഈസ് അങ്ങനെ നമ്മൾ പറിക്കൽ പരിപാടി തുറന്നുകൊണ്ടിരിക്കണം. ഇവിടെ അമ്മ എത്രയും പറിച്ചു നോക്കട്ടെ. ഇത്രയും കിട്ടിയില്ലേ? ഇനി ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടൊന്നും ഇല്ല. അതാ ഈ ബേക്ക് സൈഡിൽ കൂടെ ഒക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട് കണ്ടോ. ബേക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് ആ കോണിലൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെ പറിക്കുന്നൊരു ഐഡിയ ഇല്ല. പട്ടണൊക്കെ പറിക്കാം, പട്ടണൊക്കെ നമുക്ക് പറിക്കാം. ബാക്കിയുടെ പറിക്കാം അത് അവിടെയൊക്കെ ഉണ്ട്. ഗൈസ് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഈ ഒരു സഞ്ചി നിറച്ച് ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആവശ്യത്തിന് ഇത് മതിയല്ലേ അമ്മ? ഇത് മതി. ഇനിയും വേണമെങ്കിൽ പറിക്കാം, പക്ഷേ നമ്മളെ ആവശ്യത്തിന് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അത് ഇനി ബാക്കി പറിക്കാനൊന്നുമില്ല. ഇനിയും അതിൽ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കയറി നിന്നിട്ടൊക്കെ കൈ ആ മരത്തിൽ ഇങ്ങനെ ചാരി പിടിച്ചിട്ടേ കൈയൊക്കെ. പിന്നെ ഉറുമ്പില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ടേ. ഉറുമ്പില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇനിയും കുറച്ചൊക്കെ അവിടെ നിൽക്കും. ഇതേപോലെ ഒരു സഞ്ചി കൂടി പറിക്കാൻ വരും. ഇതേപോലെ ഒരു സഞ്ചിക്കല്ല, 2 സഞ്ചി കൂടി പറിക്കാൻ വരും ഏകദേശമൊക്കെ. കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കോണിലായിട്ടുണ്ട്. പിന്നെ കൈ എത്തണോടം വരെ പറിച്ചിട്ട് ഇനി നിൽക്കണത് കുറച്ചുകൂടെയൊക്കെ നിൽക്കും. ഈ വെള്ള കളർ ആയതൊന്നും ആയതല്ല കേട്ടോ. കണ്ടോ, ചോപ്പടിച്ചതാണ് കറക്റ്റ് പാകമായത്. അതൊക്കെ പാകമായതാണ്. ഇതൊന്നും പാകമായില്ല. ഈ നിൽക്കണമെന്ന് പാകമായില്ല. അതൊക്കെ പാകമായില്ല. അപ്പോൾ ഇനി നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യാം, മേമയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ വീണ്ടും പറിക്കാം. ഒരു ചാമ്പയ്ക്ക് അതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ എന്തായാലും നോക്ക് കഴുകി ഇനി കുളിക്കട്ടെ. കുളിച്ചിട്ട് ഇനി നോമ്പുറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഉമ്മ അവിടെ നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാമ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മാമീനെ എടുക്കാൻ പോകുന്നത്. കാരണം ഞായറാഴ്ച നാളെ മാമിക്ക് ലീവല്ലേ. അപ്പോൾ ശനിയാഴ്ചയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരില്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മഴയത്ത് അവരെ കൂട്ടാൻ പോയത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഈ ശനിയാഴ്ച മാമ കൂട്ടാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആവാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ചക്കര അവിടെ കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ നാളെ നമ്മുടെ നോമ്പോറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.